ആറാം ദിവസം. അലസതയും ധൈര്യവും. അലസത എന്നത് നാം പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന അഥവാ നമ്മുടെ കണ്ണിൽപ്പെടാത്ത ആത്മീയ രോഗമാണ്. അലസത ശരീരത്തെ അലസമാക്കുന്നത് മാത്രമല്ല, ദൈവത്തെ തേടാനുള്ള ഉത്സാഹത്തെ നഷ്ടപ്പെടുത്തുന്നു. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മനസ്സ് ഇല്ലാതെയാവുക, നല്ലത് ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടും പിന്നീട് ചെയ്യാമെന്ന് കരുതി മാറ്റിവെക്കുക, ഇതെല്ലാം അലസതയുടെ അടയാളങ്ങളാണ്. കുരിശിന് വിശുദ്ധ യോഹന്നാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ അലസത ഉള്ളവർ അഭ്യസിക്കേണ്ട പുണ്യം ധൈര്യമാണ്. ദൈവാൈക്യത്തിലേക്കുള്ള പാതയിൽ ഏറ്റവും വലിയ കൃപയെന്നത് ധൈര്യമാണ്. ഈ ധൈര്യം നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയിൽ വിരസത ഉളവാകുന്നുവെങ്കിലും ആ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുവാനും, ജീവിതഭാരമായി തോന്നിയാലും മുന്നോട്ട് നടക്കുവാനും, ജീവിതം വരണ്ടതും ഇരുട്ട് നിറഞ്ഞതും ആണെങ്കിലും ദൈവത്തിൽ ഉറച്ചു നിൽക്കുവാനുമാണ്. അലസത മനസ്സിനെ ഭാരപ്പെടുത്തുമ്പോൾ ധൈര്യം മനസ്സിനെ പ്രകാശിപ്പിക്കുന്നു. അലസത നമ്മളെ പുറകിലേക്ക് വലിക്കുമ്പോൾ ധൈര്യം നമ്മെ ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകുന്നു. ഇന്ന് ഈ ആറാം ദിവസം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ ഇരുട്ടുപോലെ നുഴഞ്ഞു കയറുന്ന മടുപ്പിനെയും അലസതയെയും നീ അകറ്റണമേ. ക്രിസ്തുവേ, നിന്നെ തേടാനുള്ള ഉത്സാഹവും സ്ഥിരതയോടെ നിൽക്കാനുള്ള ധൈര്യവും എനിക്ക് പകർന്നു തരണമേ. എൻ്റെ ജീവിതം മടുപ്പിൻ്റെ ജീർണതയിൽ നിന്ന് സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നിൽക്കട്ടെ. നിന്റെ ധൈര്യം എന്നിൽ എന്നെന്നും നിലനിൽക്കട്ടെ.